വെൽക്കം ടു വൈൽഡ് മാലോ. ഇനി വരുന്ന പരീക്ഷകളായിട്ടുള്ള LDC, LGS 10th ലെവൽ എക്സാമുകൾക്കായി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവത്തെ സംബന്ധിക്കുന്ന പ്രധാന ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. 1857 മഹത്തായ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം. 1857 മഹത്തായ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റ്. 1857 മഹത്തായ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നം താമരയും ചപ്പാത്തിയും. 1857 കലാപത്തിൽ 11ാം നെയ്റ്റിൻ ഇൻഫൻട്രിയിലെ പട്ടാളക്കാർ വധിച്ച ബ്രിട്ടീഷുകാരൻ. 1857 കലാപത്തിൽ 11ാം നെയ്റ്റിൻ ഇൻഫൻട്രിയിലെ പട്ടാളക്കാർ വധിച്ച ബ്രിട്ടീഷുകാരൻ കേണൽ ഫിന്നീസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ന്യൂയോർക്ക് ട്രിബ്യൂണൽ പത്രത്തിലൂടെ വിശേഷിപ്പിച്ച വ്യക്തി. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ന്യൂയോർക്ക് ട്രിബ്യൂണൽ പത്രത്തിലൂടെ വിശേഷിപ്പിച്ച വ്യക്തി കാൾ മാർക്സ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെയോടൊപ്പം തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി ജമാദാർ ഈശ്വരി പ്രസാദ്. മംഗൾ പാണ്ഡെ 1857 ദ റൈസിംഗ് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മംഗൾ പാണ്ഡെ 1857 ദ റൈസിംഗ് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അമീർ ഖാനാണ്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണി ജനിച്ച വർഷം 1828 നവംബർ 19 വാരണാസിയിലാണ് ജനിച്ചത്. ഝാൻസി റാണിയുടെ കുതിരയുടെ പേര് ബാദൽ. ഝാൻസി റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറൽ ഹഗ്രോസ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ജൂൺ 18. ഝാൻസി നഗരം ഏത് നദിക്കരയിലാണ്? പഹൂജ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ച വ്യക്തി ഹഗ്രോസ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നേതാവ് നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ധോണ്ടു പന്ത്. 1857 വിപ്ലവാനന്തരം നാനാ സാഹിബ് പലായനം ചെയ്ത സ്ഥലം നേപ്പാൾ. 1857 വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച നേതാവ് താന്തിയോ തോപ്പി. താന്തിയോ തോപ്പിയുടെ ശരിയായ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയോ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കോളിൻ കാംപ്ബെൽ. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിൽ ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. 1857 വിപ്ലവത്തിൽ അസമിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മണിറാം ദത്ത. 1857 വിപ്ലവത്തിൽ അലഹബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഗിലാഗത്ത് അലി. 1857 വിപ്ലവത്തിൽ ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ. 1857 വിപ്ലവത്തെ പ്രമേയമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച അമൃതം തേടി എന്ന കൃതി സമർപ്പിച്ചിരിക്കുന്നത് മംഗൾ പാണ്ഡെയ്ക്കാണ്. 1857 വിപ്ലവത്തിൽ കയ്യിൽ വെടിയേറ്റതിനെ തുടർന്ന് കൈവെട്ടി ഗംഗാനദിയിലേക്കെറിഞ്ഞ സ്വദേശാഭിമാനി കൻവർ സിംഗ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ്. 1857 വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പ്രചാരകൻ അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ അംബാസഡർ അസിമുള്ള ഖാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ദേശഭക്തി ഗാനമെന്നറിയപ്പെടുന്ന ഹം ഹേ ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അസിമുള്ള ഖാൻ.
വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ബഖത് ഖാൻ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ സ്ഥലം റങ്കോൺ, മ്യാൻമാറിലെ റങ്കോൺ. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ പ്രതിവിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? എം.എൻ. റോയ്. 1857 വിപ്ലവത്തെ കർഷക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് എറിക് സ്റ്റോക്സ്. 1857 വിപ്ലവത്തെ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിംപിൾ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വീരദാമോദർ സവർക്കർ. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ബെഞ്ചമിൻ ഡിസ്റേലി. 1857 വിപ്ലവത്തെ സിവിലൈസേഷനും ബാർബറിസവും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് ടി.ആർ. ഹോംസ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല, രാജ്യത്തിന് വേണ്ടിയുള്ളതുമല്ല, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയതുമല്ലാത്ത സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ആർ.സി. മജുംദാർ. 1857 സെപ്റ്റംബറിൽ ഡൽഹിയെ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ സർ ജോൺ നിക്കോൾസൺ. 1857 വിപ്ലവകാരികളിൽ നിന്ന് കാൺപൂർ, ലക്നൗ എന്നീ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ. സർ കോളിൻ കാംപബെൽ. വിപ്ലവകാരികളിൽ നിന്ന് ആറ, ജഗദീഷ്പൂർ എന്നീ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ. വില്യം ടൈലർ. വിപ്ലവകാരികളിൽ നിന്ന് അലഹബാദ്, ബനാറസ് എന്നീ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ. ജെയിംസ് നീൽ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ഡൽഹൌസി പ്രഭു. 1848. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെക്കുറിച്ച് പരാമർശിച്ച ബ്രിട്ടീഷുകാരനാരാണ്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി. കാനിങ് പ്രഭു. 1859. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം സത്താറ. 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യം കിട്ടൂർ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത അവസാനത്തെ നാട്ടുരാജ്യം ഔധ്. 1856. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ബാർക്കർ വരച്ച ചിത്രം റിലീഫ് ഓഫ് ലക്നൗ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ജോൺ നിക്കോൾസൺ. ദ എൻഡ് ഓഫ് നാനാ സാഹിബ്, ദ സ്ട്രീം ഹൗസ് എന്ന കൃതി രചിച്ചത് ജൂലിയസ് വെർണ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് വിഷ്ണുഭട്ട് ഗോഡ്സെ മറാത്തി ഭാഷയിൽ രചിച്ച കൃതി മാച്ച പ്രവാസ്. മറാത്ത വംശത്തിലെ പ്രഭു എന്നറിയപ്പെടുന്ന വ്യക്തി നാനാ സാഹിബ്. 1857 കലാപത്തിന്റെ കാരണങ്ങളിൽ ഒന്നായ തോക്ക് എൻഫീൽഡ് P53 റൈഫിൾ. 1857 കലാപത്തിൽ നിസ്സഹായരായ ബ്രിട്ടീഷ് വനിതകളെയും കുട്ടികളെയും പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് 1824 ബരക്പൂർ ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. താൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. കേന്ദ്ര സർക്കാർ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചത് പൈക സമരം. 1817 ഒഡീഷയിൽ നടന്ന പൈക സമരം. 1857 കലാപത്തിൽ പങ്കെടുത്തവരുടെ സ്മരണയ്ക്കായി ഡൽഹിയിൽ പണികഴിപ്പിച്ച സ്മാരകം മ്യൂട്ടണി മെമ്മോറിയൽ അജിത്ഘട്ടിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്
ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.